വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിന്റെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ ഈക്വൽ ട്രയാങ്കിൾ അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ. നമ്മൾ ഒന്നാമത്തെ പാർട്ട് സ്ക്വയർ അല്ലെങ്കിൽ വർഗ്ഗങ്ങൾ എന്ന പാഠത്തിന്റെ 2 ലിങ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം വളരെ ചെറിയൊരു ചാപ്റ്ററാണ് സ്ക്വയറിന്റെ കേട്ടോ. അതുകൊണ്ട് 2 ലിങ്കിന്റെ ആവശ്യമുള്ളായിരുന്നു. ഞാൻ മൊത്തം കണക്കുകളും അതിനകത്ത് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ പറയണേ കുഞ്ഞുങ്ങളെ. ആ കണക്കുകളെ കിട്ടിയതിലോ പറഞ്ഞതിലോ ഒക്കെ എന്തെങ്കിലും പോരായ്മയോ അല്ലെങ്കിൽ എന്തുണ്ടെങ്കിലും നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ പറയാം കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ പാഠമാണ് തുല്യ ത്രികോണങ്ങൾ. അതായത് പുസ്തകം മാറിയെങ്കിലും കഴിഞ്ഞ വർഷം ഇങ്ങനെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു കേട്ടോ. തുല്യ ത്രികോണങ്ങൾ അല്ലെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ. ഇതൊരു ഇച്ചിരി വലിയ ചാപ്റ്ററാണ് കേട്ടോ. നല്ലതുപോലെ പഠിക്കുകയും വേണം. എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ് കേട്ടോ. നോക്കിക്കേ, അതിൻ്റെ ഫസ്റ്റ് പേജ് നമ്പർ 15 ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് സൈഡ്സ് ആൻഡ് ആംഗിൾസ്, വശങ്ങളും കോണുകളും എന്നതാണ്. അതിനകത്ത് കൊടുത്തേക്കുന്നത് നോക്കൂ നിങ്ങളെ. വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കാം? അതായത് നമുക്ക് പറയുമ്പോഴേ നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ പറയാം. അപ്പം നമ്മൾ എന്താ നിങ്ങൾ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മളൊരു സ്കെയിൽ എടുത്തിട്ട് താഴെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമ്മളൊരു 3 സെൻറ്റിമീറ്റർ വരയ്ക്കുക അല്ലേ. താഴെ നമ്മളൊരു 3 എടുത്തെന്ന് വെച്ചോ അല്ലേ. അപ്പം പിന്നെ ഇനി ഈ 4ഉം 5ഉം ഒക്കെ സെൻറ്റിമീറ്റർ എവിടെ എങ്ങനെ വരയ്ക്കുമെന്ന് നിങ്ങൾക്ക് അറിയാവോ നിങ്ങളെ? സത്യത്തിൽ നിങ്ങൾക്ക് അറിയാവോ? ഈ 3 നമ്മൾ 3 സെൻറ്റിമീറ്റർ അങ്ങോട്ട് വരയ്ക്കണം. പക്ഷേ ഇതിൻ്റെ എവിടെ വെക്കുമെന്ന് നിങ്ങൾക്ക് അറിയാമോ? അറിയത്തില്ലെങ്കിലേ ഇപ്പം നമ്മൾ ഇനി അതാ പഠിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ഫസ്റ്റ് പേജിൽ അതായത് നമുക്ക് 3 മെഷർ തന്നിട്ടുണ്ട്. 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നിങ്ങനെ 3 വശങ്ങൾ അല്ലെ സൈഡുകൾ തന്നിട്ടുണ്ട്. ഇത് എവിടെയൊക്കെ എങ്ങനെയൊക്കെ വരയ്ക്കാം എന്നാണ് നമ്മളോട് ചോദിച്ചത്. എന്താ നിങ്ങളെ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ എന്നീ 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഈ 3 വശങ്ങൾ വെച്ചിട്ട് നമുക്ക് എങ്ങനെയൊക്കെ വരയ്ക്കാവുന്ന ഫസ്റ്റ് നോക്കൂ നിങ്ങളെ. നമുക്ക് ബേസ് 3 എടുക്കുക. ആദ്യമേ നമ്മൾ എന്തെടുക്കുക? കാരണം നമ്മളോട് ഫസ്റ്റ് 3 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് ഐശ്വര്യമായിട്ട് ചെയ്യാനൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നമ്മൾ എന്താവും നിങ്ങളെ 3 സെൻറ്റിമീറ്റർ കാണാൻ പറ്റുന്നുണ്ടല്ലോ. 3 സെൻറ്റിമീറ്റർ നമ്മുടെ സ്കെയിലിൽ എടുക്കുക. എന്താണെന്നറിയോ, രണ്ടും നമുക്ക് എന്താ ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? രണ്ടും നമുക്ക് 3 സെൻറ്റിമീറ്റർ ആണ് അല്ലേ. രണ്ടും നമ്മൾ ഒരുപോലെ എടുക്കുമ്പോൾ നമ്മളൊരു എളുപ്പവഴിക്ക് എന്താണെന്നറിയോ, ഇവിടെ ഒരു 3 നമ്മൾ 0യിൽ വെച്ച് വേണം തുടങ്ങാൻ. അതറിയാമല്ലോ. 0 to 3 അവിടെ 2 കുത്ത്, നല്ലൊരു കുത്തങ്ങ് കൊടുത്തു കേട്ടോ. അതുപോലെ നമ്മളൊരു ഇച്ചിരി നീക്കി, ഒരു ഇച്ചിരി ഇങ്ങോട്ട് നീക്കി ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങ് വരച്ച കുഞ്ഞുങ്ങൾ. എന്തിനാണെന്നറിയോ, ഈ എപ്പോഴും നിങ്ങൾ ഈ സ്കെയിലും പെൻസിലും കോമ്പസും എടുത്ത് സെൻറ്റിമീറ്റർ 4 എടുക്കും, 3 എടുക്കും. അതിലൊരു എളുപ്പവഴി ഞാൻ പറഞ്ഞതാണ്. ഇത് എത്ര കുഞ്ഞുങ്ങൾ എടുത്തത്? ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. ഇത് 3 സെൻറ്റിമീറ്റർ ആണ്. CM എന്നോ ഒക്കെ എഴുതിക്കോ കേട്ടോ. 3 സെൻറ്റിമീറ്റർ ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ എന്താണ്, ഏതെങ്കിലും ഒരു വശം നമ്മൾ നോക്കിയേ. രണ്ടാമത്തെ 4 നമുക്ക് എടുക്കാം. രണ്ടാമത്തേതാ 4. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ കോമ്പസും സ്കെയിലും എടുക്കുക കേട്ടോ. സ്കെയിലും പെൻസിലും ഉണ്ടല്ലോ, മേടിച്ച് കാണുമല്ലോ ഈ വർഷം. പുതിയ അക്കങ്ങളൊക്കെ ഉള്ളത് വേണേ കുഞ്ഞുങ്ങളെ. അതിനകത്തിൽ എത്ര, നമ്മൾ 4 സെൻറ്റിമീറ്റർ 0യിൽ ആദ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കോമ്പസ് പെൻസിലും എടുക്കുമ്പോഴേ കോമ്പസിനേക്കാൾ ചെറിയ പെൻസിൽ എപ്പോഴും നിങ്ങൾ എന്തെടുക്കാവൂ കുഞ്ഞുങ്ങളെ, ഈ കോമ്പസിലിടാവും. മനസ്സിലായോ? ഇല്ലെങ്കിൽ നമ്മൾ വരയ്ക്കുമ്പോൾ മെഷർ തെറ്റും. നമ്മൾ അതുപോലെ തന്നെ നല്ല മുറുക്കമുള്ള നല്ല ടൈറ്റായിട്ടുള്ള കോമ്പസും ആയിരിക്കണം കേട്ടോ. ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നൊന്നും എടുക്കരുത്, മെഷർ തെറ്റും. കാരണം ഈ പാഠത്തിനകത്തിൽ ഇങ്ങനെ വരയ്ക്കാൻ ഒരുപാടുണ്ട്. അതുകൊണ്ട് ഇത് കറക്റ്റായിട്ട് ഉള്ളതായിരിക്കണം. പെൻസിലാണ്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മുറുകി തന്നെ ഇരിക്കണം കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു കോമ്പസിനേക്കാൾ എപ്പോഴും ചെറിയ പെൻസിലേ എടുക്കാവുന്നു കേട്ടെ. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ കറക്കുമ്പോഴേ അല്ലെങ്കിൽ ഈ പെൻസിൽ കിടന്ന് തെറ്റും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം നമ്മൾ എന്താ നിങ്ങൾ നോക്കണേ. ഫസ്റ്റ് 4 സെൻറ്റിമീറ്റർ 0യിൽ വേണേ കോമ്പസ് വെക്കാൻ. 0യിൽ കേട്ടോ വെച്ചിട്ട് 4 സെൻറ്റിമീറ്റർ കറക്റ്റായിട്ട് എടുക്കുക. 4 കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ, 4 സെൻറ്റിമീറ്റർ. സൂമിലല്ലേ കുഞ്ഞുങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടല്ലോ. 4 സെൻറ്റിമീറ്റർ. ഇന്നത്തെ എന്താ അറിയോ, ഇങ്ങേ അറ്റം വെക്കണേ. ഇതൊരു എളുപ്പവഴി ഞാൻ പറയുന്നതേ ഉള്ളൂ. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഇങ്ങേ അറ്റം വെച്ചിട്ട് നല്ല ഒരു ഇതെത്ത് കൊടുത്തു. കാരണം എവിടാന്ന് നമുക്ക് അറിയത്തില്ല. ഇതിൻ്റെ അടുത്തത് വരുന്ന ഒരു ഇച്ചിരി നല്ല ഒരെണ്ണം അങ്ങ് കൊടുത്തു. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അതുപോലെ ഇങ്ങേ അറ്റം വെക്കുക. ഇവിടെ അല്ലേ കേട്ടോ, അവിടെ തെറ്റല്ലേ. നമ്മൾ കാരണം ഇങ്ങേ അറ്റമാണ് വെച്ചത്. അപ്പം അപ്പുറത്തെ അറ്റം വേണം വെക്കാൻ. അവിടാണ് തെറ്റരുതെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. എന്നിട്ട്
കാരണം എന്തിനാണെന്നറിയോ, ഈ കോമ്പസിൻ്റെ മെഷർ എപ്പോഴും നിങ്ങളെടുത്ത് ഇതാവാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പവഴി പറഞ്ഞതേ ഉള്ളൂ. തിരിഞ്ഞു പോകല്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ ലെഫ്റ്റ് ഇങ്ങേ അറ്റം വെച്ചിട്ടാണ് ഇവിടെ ഇങ്ങനെ കൊടുത്തത്, ഇവിടെയും ഇങ്ങേ അറ്റം വെച്ചിട്ടാണ് നമ്മൾ എത്ര കൊടുത്തത്, 4 കൊടുത്തത്. സംശയമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അടുത്ത നമ്മൾ എത്ര എടുക്കേണ്ടത്, 3 എടുത്തു, 4 എടുത്തു, അടുത്ത 6 എടുക്കണം. കോമ്പസിൽ എത്ര, 6. അലർജി പ്രശ്നമുണ്ടോ ഇനി കേട്ടോ, അതുകൊണ്ടായി ചുറ്റുന്നത് കേട്ടോ. 6 സെൻറ്റിമീറ്റർ അതെ, കണ്ടോ? 0-യിലാണേ 0 to 6 കറക്റ്റായിട്ട് എടുക്കണേ. എന്നിട്ട് അതെ ഇപ്പുറത്ത് കണ്ടോ, ഇതിൻ്റെ ഇവിടെ വെച്ചാണ് നമ്മൾ 4 എടുത്തത്. ഇനി അതിൻ്റെ ഇപ്പുറത്ത് വെച്ചിട്ട് എത്ര കുഞ്ഞുങ്ങളെ, 6 എടുക്കണം. 6 6 കണ്ടോ? ഇനി നമ്മളിതാ ഇവിടെ വെച്ചിട്ട് അവർ രണ്ടും ഒരേ എടുത്ത് വരണേ. 6. ഇപ്പം വല്ലതും പിടികിട്ടിയോ? തിരിഞ്ഞു പോലെ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് നമ്മൾ 3 സെൻറ്റിമീറ്റർ വരച്ചു. സംശയമില്ലല്ലോ, ഉണ്ടോ? ഇല്ല. പിന്നെ നമ്മൾ ഫസ്റ്റ് ടു ലാസ്റ്റ് ഏത് മെഷറാണോ നമ്മൾ എടുക്കുന്നത് അത് ഫസ്റ്റ് ടു ലാസ്റ്റ് കൊടുക്കുക. അപ്പോൾ അതെത്ര നമ്മൾ എടുത്തത്, 4. ഇനി അതെടുത്ത സംശയം ഉണ്ടെങ്കിൽ നമ്മൾ ആ 2 ഇതും കൂടെ കൂട്ടിമുട്ടിയ ഒരു സ്ഥലം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ ഇത് 2 വരെയും കൂടെ കൂട്ടിമുട്ടിയ സ്ഥലം നോക്കണം. ഇവിടുന്ന് എടുത്തേ അതെത്ര വന്നേ നോക്കൂ കുഞ്ഞുങ്ങളെ, എത്ര വന്നത്, 4 സെൻറ്റിമീറ്റർ. കണ്ടോ? അപ്പോൾ പിടി കിട്ടിയോ, 4 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ നമ്മൾ ഇവിടുന്ന് എത്ര എടുത്തത് നോക്കിക്കേ, എത്ര കുഞ്ഞുങ്ങളെ, 0 to 4 അല്ലേ, 4 സെൻറ്റിമീറ്റർ. ഇപ്പം പിടി കിട്ടിയോ? ഇനി ഇത് നമ്മൾ എത്ര എടുത്തത്, 6 സെൻറ്റിമീറ്ററാണ്. ഓക്കെ, കണ്ടോ, 0 to 6 6. ഇവിടുന്ന് അങ്ങോട്ട് എത്ര എടുത്തേ നോക്കിക്കേ, 0 to 6 6. ഇപ്പം പിടി കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞാലേ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് പടം ടെസ്റ്റിൽ തന്നിരിക്കുന്നത്. ഇത് എങ്ങനെയൊക്കെയാണ് കിട്ടിയതിൻ്റെ എളുപ്പം, ഇത് പല രീതിയിലും പല ടീച്ചർമാരും നിങ്ങൾ ഞാൻ പഠിപ്പിക്കുന്ന തന്നെ പഠിക്കണമെന്നല്ല കുഞ്ഞുങ്ങളെ, ഇതൊരു എളുപ്പ വഴി. കാരണം അല്ലേ, എന്താ പറയുക, ആദ്യം 3 എടുത്തു, പിന്നെ കോമ്പസിൻ്റെ മെഷർ മാറ്റി, പിന്നെ 4 എടുത്തു. അപ്പം അത് ഒരു പകുതിയാക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് കേട്ടോ. കാരണം എന്താ, 3 എടുക്കുമ്പോൾ 2 ഒരുപോലെ 3 അല്ലേ. പിന്നെ നമ്മൾ എത്ര എടുത്തത്, 4 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ നമ്മൾ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 6 സെൻറ്റിമീറ്റർ അല്ലേ, ഇവിടെ 6 സെൻറ്റിമീറ്റർ. കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പം 3 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പം നോക്കിക്കേ, അവർ പറഞ്ഞു ഇങ്ങനെ മാത്രമേ നമുക്ക് വരയ്ക്കാൻ പറ്റത്തുള്ളൂ, താഴെ ഈ 3 വരത്തുള്ളൂ. എന്താ 4 വന്നാൽ, അതെന്താ താഴെ 4 വന്നാൽ എന്താ കുഴപ്പം, അവർ ചോദിക്കാം. നോക്കാം, രണ്ടാമത്തെ പടം കാണാം. കണ്ടോ കുഞ്ഞുങ്ങളെ? ടെസ്റ്റിൽ നമുക്ക് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാനൊരു എളുപ്പ വഴിയിൽ പറഞ്ഞതാണ്, കാരണം നിങ്ങൾക്ക് നോക്കണം. താഴെ 4 സെൻറ്റിമീറ്റർ വരയ്ക്കാം, നമുക്കതങ്ങ് വരച്ച് കാണിക്കാം. കാരണം അതറിയാമെങ്കിൽ നമുക്ക് ഇനി അങ്ങോട്ട് പോയോണ്ട് കാര്യമുള്ളൂ. അപ്പോൾ താഴെ നമ്മൾ ബേസ് ഒരു 4 സെൻറ്റിമീറ്റർ വരച്ചു. നിങ്ങൾ ഈ നിർത്തുമ്പോൾ നടിപിടി ഇങ്ങനെ ഒരു 2 കുത്തു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ടില്ല എന്നുള്ളതിൻ്റെയാണ്. നോക്കിക്കേ, ഇച്ചിരി ഇങ്ങോട്ട് നീക്കി 4. അപ്പം നമ്മുടെ ഫസ്റ്റ് കഴിഞ്ഞു. 4 ബേസ് 4 കൊടുത്തു, ഇവിടെയും 4 ഇവിടെയും 4. ഓക്കെ ആണോ? ഇനി നമ്മളെന്താ അതിൻ്റെ 4 ഇനി 3 6 എടുക്കണം അല്ലേ. 3 നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, കോമ്പസിൽ എടുക്കുക, 3 സെൻറ്റിമീറ്റർ കണ്ടേ, 0 to 3 കണ്ടോ, 3 സെൻറ്റിമീറ്റർ. അത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് പറഞ്ഞതുപോലെ ആദ്യമേ ഫസ്റ്റിൽ അല്ലേ 3, പിന്നെ ലാസ്റ്റിൽ 3. എളുപ്പവഴിയാണ് കേട്ടോ. ഓക്കെ, 3 കഴിഞ്ഞു, 4 കഴിഞ്ഞു, അടുത്ത 6 ഉണ്ട് കുഞ്ഞുങ്ങളെ. ഇനി നമ്മുടെ കോമ്പസിൽ 6 എടുക്കുക, 6 സെൻറ്റിമീറ്റർ നീളത്തിലെടുക്കുക. കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് അറിയാവുന്ന മനസ്സിലായി. ഉണ്ട് 6 എടുത്തിട്ട് ഉണ്ട്. ഇനി അതിൻ്റെ മറ്റേ എതിർവശം ഇല്ലേ, എടുക്കാത്ത ഏത് വശമാണെന്ന് വെച്ചാൽ ആ വശം വെച്ചിട്ട് വെക്കുക. കണ്ടോ? ഇനി അതങ്ങ് കൂട്ടി യോജിപ്പിച്ചാൽ മതി. എവിടെ കൂട്ടിമുട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യോജിപ്പിച്ചാൽ മതി. നോക്കൂ നിങ്ങൾ, ഇവിടെ എത്ര വരുന്നത് നോക്കിക്കേ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇവിടെ എത്ര വരുന്നുണ്ട്, 3 സെൻറ്റിമീറ്റർ ഇവിടെ വരുന്നുണ്ട്. ഇവിടോ നോക്കിക്കേ, 6 സെൻറ്റിമീറ്റർ വരുന്നുണ്ട്. ഇപ്പം പിടി കിട്ടിയോ? 6 ഇത് ഇത്രയും. കാരണം നിങ്ങൾ 7ാം ക്ലാസ്സിലൊക്കെ പഠിച്ചാന്ന് തോന്നുന്നല്ലേ. മനസ്സിലായോ നിങ്ങളെ? അപ്പോൾ ഇവിടെ 3 വന്നു, ഇവിടെ 6 വന്നു, ഇവിടെ 4, ഇവിടെ 3, ഇവിടെ 6. ഇനി ചോദിക്കുക, ഈ ബേസ് 3 ഇവിടെ ബേസ് 4 അല്ലേ, എന്താ ബേസ് 6 വന്നാൽ എന്താ കുഴപ്പം? എന്താ വരയ്ക്കാൻ പറ്റത്തില്ലേ? പറ്റും കേട്ടോ. നോക്കാം, നമുക്ക് ബേസ് 6 വെച്ച് നമുക്ക് ചെയ്യാം നിങ്ങളെ. ബേസ് 6 നോക്കി, ഫസ്റ്റ് നമ്മൾ 6 ഒരെണ്ണം വരച്ചു,
ഇതൊരു എളുപ്പവഴി കേട്ടോ. സ്കൂളിൽ ചിലപ്പോൾ ഓരോന്നും സെപ്പറേറ്റ് ആയിരിക്കും നിങ്ങളെ ചെയ്യിപ്പിക്കുന്നത്. ഇത് രണ്ട് ഈക്വൽ ട്രയാങ്കിൾ എന്ന് വെച്ചാൽ തുല്യ ത്രികോണങ്ങൾ എന്ന കുഞ്ഞുങ്ങളെ പാഠത്തിൻ്റെ പേര് കേട്ടോ. അപ്പോൾ 2 ട്രയാങ്കിൾ തരും. രണ്ടിൻ്റെയും നോക്കിയ അളവുകൾ, അകത്തെ അളവുകൾ ഒരുപോലെ ആവാം. അതിൻ്റെ ഇനി അങ്ങോട്ട് കണക്കുകൾ വരുന്നുണ്ട്, അപ്പം നമുക്ക് പറയാം. ഇപ്പം നോക്കിയാൽ 6 എടുത്തു. ഇനി അപ്പോൾ ഏതാ, ഇനി 4ഉം 3ഉം വരണം അല്ലേ. അപ്പം നമുക്ക് ഒരു സൈഡ് 3, ഒരു സൈഡ് 3. കോമ്പസ് പെൻസിലും പിടിക്കാൻ ഞാൻ പറഞ്ഞേ, അങ്ങനെ തന്നെ പിടിക്കാവൂ കേട്ടോ. കോമ്പസിനേക്കാൾ വലിയ പെൻസിൽ ഒരു കാരണവശാലും ഇടല്ലേ എൻ്റെ പൊന്നുമക്കളെ, തെറ്റും കേട്ടോ. അതുകൊണ്ടാണ്. കാരണം 50 വട്ടം വെട്ടിയും മായിച്ചും എഴുതുന്ന ഈ ഭേദം ഒരു വട്ടം ശരിയായിട്ട് അങ്ങ് എഴുതുന്നതല്ലേ നല്ലേ. ഓക്കെ, 3 എടുത്തു. ഇനി എത്രയാ, 3 ഇനി 4 അല്ലേ. മനസ്സിലാവുന്നുണ്ടോ എൻ്റെ പൊന്നു കുഞ്ഞുങ്ങളെ? എൻ്റെ കുറേ സബ്സ്ക്രൈബർ ഉണ്ട് കേട്ടോ. എന്നെ എപ്പോഴും വിളിച്ചിട്ട് പിന്നെ മെസ്സേജൊക്കെ തരുന്ന കുറേ ആൾക്കാരുണ്ട്. ക്ലാസ് ഇടാത്തത്, എനിക്ക് ടെസ്റ്റ് കിട്ടാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ നോക്കൂ നിങ്ങളെ, ഇവിടെ അടുത്ത കണ്ടോ. അപ്പോൾ ഇത് എത്രയേ ഉള്ളൂ, രണ്ടും കൂടി വന്ന് ജോയിൻ ചെയ്യുന്ന സ്ഥലത്ത് ഉണ്ടേ, ജോയിൻ ചെയ്യുന്ന സ്ഥലത്തിനെ അങ്ങ് യോജിപ്പിച്ചാൽ മതി. ഇവിടെ നമ്മൾ എത്ര എടുത്തേ നോക്കിക്കേ. ഇവിടെ നമ്മൾ 3 എടുത്തു. അപ്പോൾ ഇവിടെ എത്രയാ നോക്കൂ നിങ്ങളെ, 4. ഇപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്നും എന്തോ മനസ്സിലായി സത്യത്തിൽ? അതായത് ഒരു ത്രികോണത്തിൻ്റെ 3 വശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് 6 രീതിയിൽ നമുക്ക് ചെയ്യാം, ഇല്ലയോ കുഞ്ഞുങ്ങളെ? ഓരോന്നും ഓരോ സ്ഥലത്ത് വെച്ച് ചെയ്തുകൂടായോ? അതായത് ഇവിടെ 6 സെൻറ്റിമീറ്റർ, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 6, ഇവിടെ 3, ഇവിടെ 4. ഞാനൊരു എളുപ്പവഴി പറഞ്ഞ കുഞ്ഞുങ്ങളെ ഇങ്ങനെ വരയ്ക്കാനെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, ഇപ്പം നമ്മളിപ്പോൾ 6 സെൻറ്റിമീറ്റർ ഇപ്പം നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. 6 എടുത്തു കഴിഞ്ഞാൽ പിന്നെ കോമ്പസ് താത്ത് വെച്ചിട്ട് പിന്നെ 4 എടുക്കുക, പിന്നെ 3 എടുക്കുക അല്ലേ. അത് ഒറ്റയടിക്കാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഒരേപോലെ നമുക്കിങ്ങനെ രണ്ടും വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ ആണല്ലോ? ഓക്കെ. അപ്പം നമ്മുടെ ടെസ്റ്റിൽ വശങ്ങളും കോണുകളും ഒരു ത്രികോണത്തിൻ്റെ വശങ്ങളുടെ എല്ലാം നീളം പറഞ്ഞാൽ അത് വരയ്ക്കാൻ നമുക്കറിയാമല്ലോ. ഉദാഹരണമായിട്ട് വശങ്ങളുടെ നീളം 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6 സെൻറ്റിമീറ്റർ ആയ ഒരു ത്രികോണം എങ്ങനെ വരയ്ക്കാം, അതിനെക്കുറിച്ചാവും നിങ്ങളെ നമ്മൾ ഇത്രയും പറഞ്ഞത്. എന്തെങ്കിലും സംശയമുണ്ടോ? ഒരുപാട് സൂമായി പോയോ? കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ്. അതായത് ഈ 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 6നെ നമുക്ക് 6 പടവായിട്ട് നമുക്ക് വരയ്ക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ? ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുമെന്നതാണ് ഈ സൈഡിലത്തെ നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ, നോക്കിക്കേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും. എന്താണ് ഈ കോണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടോ കോണുകൾ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ പറഞ്ഞു 3 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എന്ന് നമ്മൾ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങളെ? അതാണ് ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ അല്ലേ. ഈ വശങ്ങൾ എന്താ പറഞ്ഞത്? ഒരു ത്രികോണത്തിൻ്റെ വശം ഇതൊന്നാണല്ലോ. ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആണല്ലോ. ഇവിടെ 6 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട്, 6 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട് അല്ലേ. ഇല്ലയോ? തിരിച്ചിട്ടെന്നല്ല ഉള്ള കുഞ്ഞുങ്ങളെ. 3, 6, 4, 3. ഇവിടെ 6, 4, 3 ഒരുപോലെയല്ലേ? അങ്ങനെ ഒരുപോലെ ആണെങ്കിൽ അല്ലെങ്കിൽ തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമാണ്. എന്താണ് ഈ കോണെന്ന് ഉദ്ദേശിക്കുന്നത്? ഏതാണ്ട് ഈ വശം കേട്ടോ. അതാണ്ട് ഇവിടുത്തെ ഈ കോണുകളും എന്തായിരിക്കും? ഇതിന് തുല്യമായിരിക്കും ഇത് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പം പിടികിട്ടിയോ? ഇതിനു വേണ്ടിയാണ് നമ്മൾ ഇത്രയും ചെയ്തത്. എന്താ കുഞ്ഞുങ്ങളെ? ഒരു ത്രികോണത്തിൻ്റെ വശം, ഇപ്പം ഇതൊരു ത്രികോണമാണ് അല്ലെ, ഇതൊരു ത്രികോണമാണ്. ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണം നമ്മൾ വരച്ചപ്പോൾ അതിൻ്റെ വശങ്ങൾക്ക് തുല്യമാണ്. ഇവിടെ നോക്കിക്കേ, 3, 6, 4. ഇവിടെ 3, 6, 4 ഉണ്ട് അല്ലേ. രണ്ടും ഒരേ വശങ്ങളല്ലേ? ഇല്ലയോ? അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിഞ്ഞിരുന്നല്ലേ ഉള്ളൂ കുഞ്ഞുങ്ങളെ. അങ്ങനെയാണെങ്കിൽ അവയുടെ കോണുകളും, കോണെന്ന് ഉദ്ദേശിക്കുന്ന എവിടെ കുഞ്ഞുങ്ങളെ? ഏതാണ്ട് ഈ വശം അല്ലേ. കോണുകൾ, ആംഗിളുകളും തുല്യമായിരിക്കും. ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് പഠിക്കാൻ. അപ്പം നിങ്ങൾ ഇത് ബോക്സിലിട്ട് വേണം എഴുതാൻ. എന്താ ഞാൻ ഈ പറഞ്ഞത് കേട്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? നോക്കൂ നിങ്ങളെ, കാണാൻ പറ്റുന്നുണ്ടോ? ചരിച്ചു വെച്ചാൽ കാണാം അല്ലേ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ അവയുടെ കോണുകളും തുല്യമായിരിക്കും. നല്ലപോലെ വലുതായിട്ട് എഴുതി ഒരു ബോക്സ് ഒക്കെ കൊടുത്തിട്ടൊന്ന് എഴുതിക്കേ. അപ്പോൾ നമ്മൾ കോണുകളുടെ ഒരേ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ ത്രികോണത്തിൻ്റെ വശങ്ങൾ തുല്യമാണെങ്കിൽ അതിൻ്റെ കോണുകളും തുല്യമാണെന്ന് നമുക്ക് അറിയാം അല്ലേ. നമ്മളിപ്പോൾ ചെയ്തു. ഇവിടെ നോക്കിക്കേ, ടെസ്റ്റിലെ അടുത്ത ചോദ്യം നോക്കൂ നിങ്ങളെ. നോക്കിയേ, ഇവിടെ 3
6 5. ഇവിടെ അതുപോലെ 3 6 5 അല്ലേ? തിരിഞ്ഞും പിരിഞ്ഞും ഇരിക്കുന്നതേ ഉള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാറി ചരിഞ്ഞും പിരിഞ്ഞും ഇരിക്കുന്നതേ ഉള്ളൂ. എല്ലാ സൈഡുകളും ഒരുപോലെ തന്നെയാണ്. ആണല്ലോ നിങ്ങളെ. ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമായതിനാൽ കോണുകളും തുല്യമാണ്. നമ്മളിപ്പോൾ പഠിച്ചു ത്രികോണങ്ങളുടെ വശങ്ങൾ തുല്യമാണ്. കാരണം എന്താ, അവിടെ 6 5 3 ആ ഒരു സൈഡ്, മറ്റേത് നോക്കിയപ്പോൾ 6 5 3 അവർ തുല്യമല്ലേ. അതായത് ഇവിടുത്തെ നോക്കിയേ ABC എന്നീ ത്രികോണത്തിലെ ഓരോ കോണും നോക്കണേ കുഞ്ഞുങ്ങളെ. കോണെന്ന് വെച്ചാൽ എന്താ, അതാണ്ട് ഇതിന് പറയുന്ന ഈ കോണ്. നീ എന്തോന്ന് കണ്ടോ, ആംഗിള്. ഇംഗ്ലീഷ് മീഡിയത്തിന് ആംഗിള് കേട്ടോ. ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ തുല്യമായതിനാൽ കോണുകളും തുല്യമാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, ഒരു ട്രയാങ്കിൾ ഉണ്ടല്ലോ, അതിൻ്റെ സൈഡുകൾ ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അതിൻ്റെ സൈഡ് ഈക്വൽ ആണെങ്കിൽ അതിനകത്തെ ആംഗിളുകളും ഈക്വൽ ആയിരിക്കുമെന്ന് കേട്ടോ. അതായത് ABC എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഇവിടെ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ത്രികോണമുണ്ട്. അതിൻ്റെ ഓരോ കോണും എന്താ, ഈ PQRൻ്റെ ത്രികോണത്തിലെ ഏതെങ്കിലും ഒരു കോണിന് തുല്യമായിരിക്കും. ഏതെങ്കിലും ഒരു കോണിന് തുല്യമായിരിക്കുമെന്ന് മനസ്സിലായോ? അതായത് നമ്മൾ ചെയ്ത് നോക്കുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് സംഭവം പിടികിട്ടിയോ നിങ്ങളെ? ഇതുപോലെ തന്നെയാണ് ഇത് കേട്ടോ. സൈഡുകൾ നോക്കിക്കേ, ഒരുപോലെയാണ്. അപ്പം അതിനൊരു എന്താ ബോക്സ് കയറ്റി എഴുതുന്ന ഒരു കാര്യമുണ്ടോ നിങ്ങൾ? എന്തുവാണെന്നറിയോ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക് തുല്യമാണെങ്കിൽ ആ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്കെതിരെയുള്ള കോണുകൾ തുല്യമാണ്. എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ അങ്ങനെ കേട്ടാൽ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ, എക്സാമ്പിൾ നോക്കിക്കേ, 3 5 6. ഇതിൻ്റെ വശങ്ങൾ, ഒരു ത്രികോണത്തിൻ്റെ വശങ്ങൾ മറ്റൊരു ത്രികോണത്തിൻ്റെ വശങ്ങൾക്ക്, ഈ ത്രികോണം ഇത് നോക്കിയോ കുഞ്ഞുങ്ങളെ, 5 6 3 5 6 3 അല്ലേ? രണ്ടും ഒരുപോലെ അല്ലേ? ഇത് തുല്യമാണെങ്കിൽ ഈ ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക്, ഈ ഫസ്റ്റ് ത്രികോണത്തിലെ തുല്യമായ വശങ്ങൾക്ക് എതിരെ ഉള്ള കോണുകൾക്ക് തുല്യമാണ് കേട്ടോ. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിക്കേ, 6 സെൻറ്റിമീറ്റർ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്നിവയാണ് നമുക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ നിങ്ങളെ? ഇതിനകത്ത് നമ്മൾ എന്തുവാണെന്നറിയോ? ആദ്യമേ ഇതിൽ ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കണേ. നമ്മൾ ഈ പറഞ്ഞത് ശരിയാണോ? എതിരെയുള്ള കോണുകൾക്ക് തുല്യമാണെന്ന് പറഞ്ഞു ഇല്ലേ? അത് തുല്യമാണോ എന്ന് എങ്ങനെ അറിയാം? നമുക്ക് നോക്കാം. ഏറ്റവും വലിയ വശം ഏതാണെന്ന് നോക്കണേ കുഞ്ഞുങ്ങളെ. ഇതിനകത്തിലെ ഏറ്റവും വലിയ വശം ഏതാ? ലാർജ് സൈഡ് ഏതാ ലാർജ് സൈഡ്? ഇവിടുത്തെ CB എന്ന് പറയുന്നതാ. ആണോ കുഞ്ഞുങ്ങളെ? അപ്പം നമ്മൾ അങ്ങനെ എഴുതുന്നതാ കുറച്ചുകൂടെ സൗകര്യമേ. നോക്കണേ കുഞ്ഞുങ്ങളെ, ഇതിലെ ഏറ്റവും വലിയ വശം നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ട്, ഈ ട്രയാങ്കിൾ മാത്രം നിങ്ങൾ നോക്കിയേ. ഈ ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ ഏറ്റവും വലിയ വശം, ഏറ്റവും ചുമ്മാതെ ഞാനങ്ങ് എഴുതുക കേട്ടോ, നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴേലും അറിയണ്ടേ. ഏറ്റവും വലിയ വശം എന്ന് വെച്ചാൽ ഏറ്റവും വലിയ സൈഡ് അല്ലേ, ലാർജ് സൈഡ് ഏതാ? ഇവിടുത്തെ ആംഗിൾ ഏതാ കുഞ്ഞുങ്ങളെ? ഇവിടെ ഏറ്റവും വലിയ വശം നമുക്കൊരു 6 സെൻറ്റിമീറ്ററാണ്, 6 സെൻറ്റിമീറ്റർ ആണ് അല്ലേ? ആണല്ലോ, സംശയമില്ല. ഏറ്റവും വലിയ വശം 6 സെൻറ്റിമീറ്റർ, അറിയാൻ വേണ്ടി എഴുതി വെച്ചേക്കോ കേട്ടോ, 6 സെൻറ്റിമീറ്റർ. അപ്പോൾ ആ 6 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് എന്ന് വെച്ചാൽ എതിരെയുള്ള ആംഗിൾ ഏതാണെന്ന് നോക്കണം. മനസ്സിലാവുന്നുണ്ടോ? ഏറ്റവും വലിയ വശം ഏതാ കുഞ്ഞുങ്ങളെ? ഇവിടെ ഏറ്റവും വലിയ വശം 6 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ്ട് ഇങ്ങനെ എഴുതുന്നതാണ് ആംഗിൾ. ഓപ്പോസിറ്റ് അറിയാമല്ലോ കുഞ്ഞുങ്ങളെ, ഏതാണ്ട് ഇങ്ങനെ ഞാനങ്ങ് വരച്ച് വെക്കാം. അപ്പോൾ അതാണ് ഓപ്പോസിറ്റ്. ഇങ്ങനെ പടത്തിലൊന്നും വരച്ച് വെക്കല്ലേ കേട്ടോ, അറിയാൻ വേണ്ടി ഒന്ന് വരച്ച് കാണിച്ചതാ. ഏറ്റവും വലിയ വശത്തിൻ്റെ ഓപ്പോസിറ്റ് ഏതാ കുഞ്ഞുങ്ങളെ? ഇവിടെ ആംഗിൾ A ആണ്. കേട്ടല്ലോ? 3-4 ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ആദ്യമേ നമ്മുടെ ജോലി ഏറ്റവും വലിയ വശം എടുക്കുക, അത് 6 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആരാന്ന് വെച്ചാൽ, കാരണം വശങ്ങളുടെ അല്ലെ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എടുക്കാനാണ്, ആംഗിൾ A. അങ്ങനെ ആക്കി ഇത് നോക്കിക്കേ, ഇവിടെ ഏറ്റവും വലുത് ഏതാ? 6 അല്ലേ? ഇതിൻ്റെ ഓപ്പോസിറ്റ് നോക്കൂ നിങ്ങൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? ആംഗിൾ Q ആണ്. ഇപ്പോൾ പിടികിട്ടിയോ? ആംഗിൾ Q ആണ്. മനസ്സിലായോ നിങ്ങളെ? ഏറ്റവും വലിയ വശം ആദ്യം ഏതാണെന്ന് നിങ്ങൾ നോക്കുക. ഒരുപാട് അങ്ങ് ചിന്തിക്കേണ്ട. ഏറ്റവും വലിയ വശം ഇവിടുത്തെ 6 ആണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന് നോക്കുക. 6ൻ്റെ ഓപ്പോസിറ്റ് നേരെ ഇങ്ങോട്ടൊരു വര വരച്ചാൽ അത് ഏതാ? ഇവിടുത്തെ 6ൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഏത് ആംഗിളാണ് കിടക്കുന്നത് നോക്കിയാൽ മതി. ഇവിടെ ഏതാ? A ആണ്, ഇവിടെ Q ആണ്. അപ്പം Aക്ക് ഈക്വൽ ആണ് ആംഗിൾ Q. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി.
ഏറ്റവും വലിയ വശം. ഇനി അതിൻ്റെ തൊട്ട് താഴെ ഏറ്റവും വലിയ വശം 6 ആണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴത്തെ ഏതാ 5 സെൻറ്റിമീറ്റർ കേട്ടോ. 5 സെൻറ്റിമീറ്റർ അല്ലേ. 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ നിങ്ങളെ കിടക്കുന്നത്? ഇവിടെ നോക്കിക്കേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? ആംഗിൾ ബി ആണ്. സംശയമുണ്ടോ? ആംഗിൾ ബി ആണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത്, ആംഗിൾ ബി. അപ്പോൾ ഇവിടെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരായിരിക്കും? ഇവിടെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ പി ആണ്. അപ്പോൾ ആംഗിൾ ബിക്ക് ഈക്വലാണ് ആംഗിൾ പി. ഓക്കെ ആണോ? അടുത്ത ഇനി ഏറ്റവും ചെറിയ സൈഡ് ഏതാണെന്ന് എടുക്കുക. ഏതാ? 3 സെൻറ്റിമീറ്റർ അല്ലേ. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? 3 ഇവിടെ അല്ലേ. ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ആംഗിൾ സി ആണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? ആംഗിൾ ആറാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പിടികിട്ടിയോ? വശങ്ങളുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നോക്കുക. വശങ്ങൾ, ഇതിപ്പോൾ എ ബി എന്ന വശത്തിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ നോക്കുക. അതേപോലെ തന്നെ ഇവിടെയും ഇപ്പം 3 നമ്മൾ എടുത്തെങ്കിൽ ഇവിടെയും 3 എടുക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എടുക്കുക. ഇത്രയേ ഉള്ളൂ. അത് അവർക്ക് ഈക്വൽ ആണെന്ന്. ആംഗിൾ എക്ക് ഈക്വലാണ് ആംഗിൾ ക്യു, ആംഗിൾ ബിക്ക് ഈക്വലാണ് ആംഗിൾ പി, ആംഗിൾ സിക്ക് ഈക്വലാണ് ആംഗിൾ ആർ. ഇത്രയേ ഉള്ളൂ നിങ്ങളെ. എന്ന് വെച്ചാൽ ഏറ്റവും വലുത് ആദ്യം എഴുതുക, അതിൽ ചെറുത് അതിൽ ചെറുത്. ഇപ്പം നിങ്ങൾക്ക് കുറേയൊക്കെ പിടികിട്ടിയില്ലേ? ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് എന്തോ വലിയ സംഭവമായിട്ട് തോന്നി. എളുപ്പമാണ് കേട്ടോ, ഞാനല്ലേ പറയുന്നത്. എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലാവും നിങ്ങൾ ഇതെല്ലാം പറഞ്ഞു. ഓക്കെ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത് ചെയ്യാം. നോക്കിയേ, പേജ് നമ്പർ 18 നമുക്ക് ഈ ഇതേലെ കണക്കുകൾ എക്സസൈസ് ആയിട്ട് തന്നിട്ടുണ്ട്. ചുവടെയുള്ള ഓരോ ജോഡി ചിത്രങ്ങളിലും ഒന്നാം ത്രികോണത്തിലെ കോണുകൾക്ക് തുല്യമായ കോണുകൾ രണ്ടാം ത്രികോണത്തിൽ നിന്നും നമ്മൾ കണ്ടെത്തുക. ഇത് നമ്മുടെ എക്സർസൈസ് ക്വസ്റ്റ്യനാ കേട്ടോ. ഇപ്പം നമ്മൾ ചെയ്തില്ലേ, അതുപോലെ നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവും നിങ്ങളെ. ഞാൻ പറഞ്ഞായിരുന്നു, എളുപ്പവഴി ഞാൻ പറഞ്ഞു. നിങ്ങളൊന്ന് ചിന്തിച്ചേ, എന്താ നമ്മൾ ആദ്യം ചെയ്യേണ്ടത്? ആദ്യം ചെയ്യേണ്ടത് ഇതിനകത്തിലെ ഏറ്റവും വലിയ വശം ഏതാണ്? ഏറ്റവും വലിയ വശമെന്നൊന്നും എഴുതി വെക്കരുത്. ഞാൻ നിങ്ങൾക്ക് ഒന്ന് ഓർത്ത് വെക്കാൻ വേണ്ടിയാണ് ആദ്യം അങ്ങനെയൊക്കെ പറഞ്ഞത് കേട്ടോ. ഇനി നിങ്ങൾ അങ്ങനെ എഴുതി വെക്കരുത്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇതിലെ ഏറ്റവും വലിയ വശം അല്ലേ, ആരാണ് ഇവിടുത്തെ ഏറ്റവും? നോക്കിയേ, ഇവിടെ 4, 2, 3, ഇവിടെയും 4, 2, 3. ഇതാണ് നമ്മുടെ സെൻറ്റിമീറ്റർ അല്ലേ. 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്, 3 സൈഡും തന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ഏറ്റവും വലിയ സൈഡ് ആരാന്ന് വെച്ചാൽ എഴുതുക. ഏതാ? 4 സെൻറ്റിമീറ്റർ ആണ് ഇതിലെ ഏറ്റവും വലുത്. ഈ 4 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാവും നിങ്ങളെ? ആരാ അതിൻ്റെ ഓപ്പോസിറ്റ്? എല്ല്, ആംഗിൾ എല്ല്. എന്താ? ആംഗിൾ എല്ലാണ്. ആംഗിൾ മീൻസ് കോണ് അല്ലേ. എല്ലാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ 4 സെൻറ്റിമീറ്റർ എന്ത് ചെയ്താണ്ടേ ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആരാ? വയ്യ്. അപ്പോൾ എന്താ? ആംഗിൾ എല്ലിന് ഈക്വലാണ് ആംഗിൾ വയ്യ്. ഇപ്പോൾ പിടികിട്ടിയോ? കുറച്ചൊക്കെ മനസ്സിലായില്ലയോ? മുമ്പേക്കാട്ടി കുറച്ചുകൂടെ എളുപ്പമായില്ലേ? ഇനി 4 കഴിഞ്ഞാൽ അതിൻ്റെ തൊട്ട് പുറയിലാരാ? 3 ആണ് അല്ലേ. ആംഗിൾ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ കിടക്കുന്നത്? നോക്കിയേ, ഇതിൻ്റെ ഓപ്പോസിറ്റ് ആരാ? എൻ ആണ്. ആംഗിൾ എൻ ആണ്. അപ്പോൾ ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഇതാ ഈ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ? എക്സ് ആണ്. ആംഗിൾ എക്സ് ആണ്. ഇനി അടുത്ത ഏതാ? 3 കഴിഞ്ഞാൽ 2 സെൻറ്റിമീറ്റർ. 2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആരാ? ആംഗിൾ എം ആണ്. ഇപ്പോൾ പിടികിട്ടുന്നുണ്ടോ? ആംഗിൾ എം ആണ്. ഇനി ഇവിടെ എന്താ 3 സെൻറ്റിമീറ്റർ അല്ല 2 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ആരാവും നിങ്ങളെ? ഇസഡ് ആണ്. നോക്കിയേ, ഇസഡ്, ആംഗിൾ ഇസഡ്. ഇപ്പോൾ പിടികിട്ടിയോ? ഇത്ര എഴുതിയാൽ മതി. ഇത്ര എഴുതുന്നതിനാണ് നമ്മൾ ഇത്രയും കിടന്ന്. എന്ന് വെച്ചാൽ എന്തിന് എന്ത് ഈക്വലാണ്? ഇവിടെ LMN XYZ എന്ന് പറഞ്ഞ 2 ട്രയാങ്കിൾ അല്ലെങ്കിൽ ത്രികോണമുണ്ട്. ഇതിൻ്റെ സൈഡുകൾക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ എടുക്കുക നമ്മൾ. സൈഡുകളുടെ ഓപ്പോസിറ്റ്, ഇപ്പം നോക്കിയാൽ 3 സൈഡിൻ്റെ സൈഡല്ലേ ഇത്, പല വശങ്ങൾ, ഇതിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ആവും നിങ്ങളെ നമ്മളിവിടെ എടുത്തേ. അപ്പോൾ അത് എന്തിന് ഈക്വലാണ്? ഇപ്പുറത്തും അതുപോലെ വരുന്ന ഈ ആംഗിൾ എല്ലിന് ഈക്വലാണ് ആംഗിൾ വൈ, ആംഗിൾ എന്നിന് ഈക്വലാണ് ആംഗിൾ എക്സ്, ആംഗിൾ എമ്മിന് ഈക്വലാണ് ആംഗിൾ ഇസഡ്. ഓക്കെ ആണോ? അതിൻ്റെ തൊട്ട് താഴെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ നിങ്ങളെ. ഇവിടെ 3.6 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2.4 സെൻറ്റിമീറ്റർ. ഇവിടെ അത് തന്നെ 2 ട്രയാങ്കിൾ തന്നിരിക്കുക. അപ്പോൾ നമ്മൾ ഇതിലെ ഏറ്റവും വലിയ വശം ആരാ? ഓക്കെ, 3.6, 2.4, 3. അപ്പോൾ 3.6 ആണ് അല്ലേ. 3.6 ആണ്, 6 സെൻറ്റിമീറ്റർ ആണ് ഇവിടുത്തെ ഏറ്റവും വലുത്. അതിൻ്റെ ഓപ്പോസിറ്റ് ആരാ നിങ്ങളെ ഇവിടെ കിടക്കുന്നത്? ആരാ? ആംഗിൾ അല്ല, ഫസ്റ്റ് ഇതല്ലേ. അപ്പം ഇവിടെ ഏറ്റവും വലുത് 3.6 ആണ്. 3.6ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ സി ആണ്. ആംഗിൾ സി. ഇവിടെ 3.6ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ ക്യൂ ആണ്. ഇത്രയേ ഉള്ളൂ. ഓപ്പോസിറ്റ് കിടക്കുന്ന ആൾ ഈക്വൽ ആണ്, അതറിയാൻ വേണ്ടിയാവും നിങ്ങൾ കേട്ടോ. അടുത്ത 3.6 കഴിഞ്ഞാൽ പിന്നെ 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്ന ആരാണ്? ആംഗിൾ എ ആണ് അല്ലേ. ആംഗിൾ എ ആണ്.
ഇവിടെ 3 സെൻറ്റിമീറ്ററിൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ ആറാണ്. ആംഗിൾ ആറാണ്. അടുത്ത 3 കഴിഞ്ഞാൽ പിന്നെ 2.4. ആ ഓർഡർ തന്നെ ഓർക്കണം. ഏറ്റവും വലുത്, അതിൽ ചെറുത്, അതിൽ ചെറുത് എല്ലാം. 2.4ൻ്റെ ഓപ്പോസിറ്റ് ആരാ കുഞ്ഞുങ്ങൾ ഇവിടെ കിടക്കുന്ന ആംഗിൾ ബി ആണ്. ആംഗിൾ ബി. ഇവിടെ 2.4ൻ്റെ ഓപ്പോസിറ്റ് കിടക്കുന്നത് ആംഗിൾ പി. ഇത്രയും എളുപ്പമല്ലേ? ഇപ്പോൾ കുറേ കൂടെ ഒക്കെ എളുപ്പമായില്ലേ? മുമ്പ് ചെയ്തതിനേക്കാട്ടി കുറച്ചുകൂടി എളുപ്പമായോ? അതായത് ആംഗിൾ എക്ക് ഈക്വലാണ് ആംഗിൾ ആറ് അല്ലേ? ആംഗിൾ ബിക്ക് ഈക്വലാണ് ആംഗിൾ പി. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ കൂടുതലൊന്നും ചെറുതായിട്ട് പറയാൻ പറ്റത്തില്ല കേട്ടോ. ഓപ്പോസിറ്റ് ആംഗിളുകൾ കണ്ടുപിടിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പം നമ്മുടെ ജോലി. വേറെ കൂടുതലായിട്ടൊന്നും നിങ്ങൾ നോക്കണ്ട. ഒരു വശത്തിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളുകൾ കണ്ടുപിടിക്കുക കേട്ടോ. അപ്പം അടുത്ത നോക്കിക്കേ, ചുവടെ വരച്ചിരിക്കുന്ന 2 ത്രികോണങ്ങൾ നോക്കിയേ. നമുക്ക് 2 ത്രികോണങ്ങൾ തന്നിട്ടുണ്ട്. നോക്കിയേ, ഒന്നിനകത്ത് 2 ഡിഗ്രി അളവ് കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇതിനകത്തിൽ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അവരൊരു ഹിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താ? എ ബിക്ക് ഈക്വലാണ് ക്യു ആർ, ബി സിക്ക് ഈക്വലാണ് ആർ പി, സി എക്ക് ഈക്വലാണ് പി ക്യു. ഇങ്ങനൊരു ക്ലൂ മാത്രം നമുക്ക് തന്നിട്ടുണ്ട്. എന്താവും നിങ്ങൾ? എ ബി എക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് തന്നു അല്ലേ? ബി സിക്ക് ഈക്വലാണ് ആർ പി എന്ന് തന്നു, സി എക്ക് ഈക്വലാണ് പി ക്യു എന്ന് തന്നു. പിന്നോ എ ബി സി എന്ന ത്രികോണത്തിലെ ആംഗിൾ സി എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. പി ക്യു ആർ എന്ന ത്രികോണത്തിലെ എല്ലാ കോണുകളും കാണുകയും വേണം. പേടിക്കേണ്ട, ഇതിനകത്തൊന്നും വലുതായിട്ടൊന്നുമില്ല കുഞ്ഞുങ്ങളെ. ഒരു ത്രികോണത്തിൻ്റെ മെഷർ എത്ര അറിയാമോ? 180 കേട്ടോ. അറിയത്തില്ലെങ്കിലും ഇപ്പോൾ അറിയാമല്ലോ, 180 ഡിഗ്രി ആവും കുഞ്ഞുങ്ങളെ ഒരു ത്രികോണത്തിൻ്റെ മെഷർ കേട്ടോ. അതായത് ആംഗിൾ എ നമുക്ക് തന്നു. ആംഗിൾ എയും ആംഗിൾ ബിയും ആംഗിൾ സിയുടെ കൂട്ടിയാൽ നമുക്ക് എന്ത് വരണം? 180 ഡിഗ്രി വരണം കേട്ടോ. ഇതാ കുഞ്ഞുങ്ങളെ ആംഗിൾ എ എന്ന് വെച്ചാൽ ഒരു ത്രികോണത്തിൻ്റെ മെഷർ. ഞാനിവിടെ റഫായിട്ടുണ്ട്, ഇത് എപ്പോഴും ഓർക്കാൻ വേണ്ടിയാണ്. ഒരു ത്രികോണം അല്ലെങ്കിൽ ട്രയാങ്കിളിൻ്റെ മെഷർ എന്ന് വെച്ചാൽ 180 ഡിഗ്രിയാണ് കേട്ടോ. ഇപ്പോൾ പഠിച്ചല്ലോ, ഇതുവരെ അറിയത്തെങ്കിലും ഇപ്പോൾ അറിയാമല്ലോ നിങ്ങളെ. അപ്പം ഇതിനൊക്കെ പേര് അവർ കൊടുത്തിട്ടുണ്ട്. ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ആംഗിൾ എ നമുക്ക് തന്നിട്ടുണ്ട് കുഞ്ഞുങ്ങളെ 40 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ ബി നമുക്ക് തന്നിട്ടുണ്ട് എത്ര? 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ആംഗിൾ സി നമുക്ക് തന്നിട്ടില്ല, പക്ഷേ ഇത് 180 ആണെന്ന് നമുക്കറിയാം. 60ഉം 40ഉം 100 ആണെന്ന് നമുക്കറിയാം. പ്ലസ് ആംഗിൾ സി ഈസിക്കൽ ടു 180 ഡിഗ്രി. അപ്പോൾ ആംഗിൾ സി ഈസിക്കൽ ടു 180 മൈനസ്, ഇതൊക്കെ അറിയാമോ എന്ന് വെച്ചാൽ എന്താ? ഈക്വലിന് ഇപ്പുറത്ത് വന്നപ്പോൾ അറിയത്തില്ലേ? നോക്കൂ കുഞ്ഞുങ്ങളെ, ആംഗിൾ സി എന്ന് പറഞ്ഞിട്ട് എപ്പോഴും ഈക്വല് കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത്, തെറ്റിക്കല്ലേ? ഈക്വല് കഴിഞ്ഞിട്ട് എന്താണോ വരുന്നത് അത് എഴുതിയിട്ടേ പിന്നെ അടുത്തത് എഴുതാവൂ കേട്ടോ. അതെല്ലാവർക്കും തെറ്റല്ലേ എൻ്റെ കുഞ്ഞുമക്കളെ കേട്ടോ. എന്താ? ആംഗിള് ഇവിടെ നോക്കിക്കേ 180 അല്ലേ? ഈക്വൽ 180 അല്ലേ? അപ്പോൾ ആംഗിൾ സി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കേണ്ട ആളിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരിക. എന്നിട്ട് ഈക്വൽ കഴിഞ്ഞിട്ട് എന്താണോ, ഈക്വൽ കഴിഞ്ഞിട്ട് 180 ആണ്. ഇനി എന്താ എഴുതാനുള്ളത്? ഒരു 100 ഡിഗ്രി എഴുതാനുണ്ട്. പക്ഷെ നോക്കി, അത് പോസിറ്റീവാണ്. അത് സമത്തിന് ഇപ്പുറം വരുമ്പം എന്താ? മൈനസ് ആവും കേട്ടോ. ഈക്വലിന് ഇപ്പുറത്ത് വരുമ്പം മൈനസ് ആവും. അപ്പോൾ ആംഗിൾ സി എന്ന് പറയുന്നത് നമുക്ക് 80 ഡിഗ്രി കിട്ടും. അതല്ല ഇത്രയും വാരി വലിച്ച് ചെയ്യേണ്ട. ഒരു ട്രയാങ്കിളിൻ്റെ മെഷർ 180. അപ്പോൾ എന്താ? രണ്ടും കൂടെ കൂട്ടിയപ്പോൾ 100 കിട്ടി. 100 80 ആണ് 150 അല്ലേ? ഇത് പെട്ടെന്ന് ചെയ്യാവുന്നവർക്ക് അറിയാം. പക്ഷെ നമ്മൾ ഏത് കണക്ക് എപ്പോഴും എൻ്റെ ഒരു സ്റ്റെപ്പ് വേണ്ടായോ, അതുകൊണ്ട് എഴുതിയതാ. ഇപ്പോൾ ഓക്കെ ആണോ? ഓക്കെ ആണേ. ഇനി നമ്മളോട് ചോദിച്ചാൽ എന്താ പറയുന്നത്? നോക്കി കുഞ്ഞുങ്ങളെ, എ ബിക്ക് ഈക്വലാണ് ക്യു ആർ. നോക്കി, ഇതിനെ നമ്മൾ എഴുതണം. അപ്പോൾ എന്താ? ഫസ്റ്റ് പറഞ്ഞേ എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് പറഞ്ഞു. അപ്പം നോക്കിയേ, ഇവിടുത്തെ എ ബി ഏതാ കുഞ്ഞുങ്ങളെ? എ ബി അല്ലേ? എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? നമുക്ക് അത് കണ്ടുപിടിക്കേണ്ടത്. ഓപ്പോസിറ്റ് സി ആണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആംഗിൾ സിക്ക് ഈക്വലാണ്, എ ബിക്ക് ഈക്വലാണ് ആരാ? ക്യു ആർ. ക്യു ആർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലേ. എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ഏതാ? ഇതല്ലേ? എത്ര? ഇപ്പോൾ ഇവിടെ നമുക്ക് ആംഗിൾ സി കിട്ടി 80 കേട്ടോ. അപ്പോൾ എത്ര? ആംഗിൾ സിക്ക് നോക്കൂ നിങ്ങളെ, എ ബിക്ക് ഈക്വലാണ് ക്യു ആർ എന്ന് നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ട് ഇവിടെ. ക്യു ആർ. അപ്പോൾ എ ബിയുടെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്. അപ്പോൾ ക്യു ആറിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ ആരാണ്? ആംഗിൾ പി ആണ്. അപ്പോൾ നമുക്കത് കിട്ടി. എത്ര? ആംഗിൾ സിയുടെ വില കിട്ടിയില്ലയോ? എത്ര? 80. അപ്പോൾ ആംഗിൾ പിയും 80 ആയിരിക്കും. ഇപ്പോൾ പിടി കിട്ടിയോ? ആംഗിൾ പി എത്ര നിങ്ങളെ? 80 നമുക്ക് കിട്ടി. മനസ്സിലാവുന്നുണ്ടോ? കാരണം നമുക്ക് ഒരു ക്ലൂ തന്നു. എ ബിക്ക് ഈക്വൽ ആണെങ്കിൽ ക്യു ആർ എന്ന് അവർ തന്നിട്ടുണ്ട്. എ ബി എന്ന് പറയുന്നതാണ്ട് ഇതാണ്. അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ സി ആണ്. അതിപ്പോൾ നമുക്ക് കിട്ടി 80 ആണെന്ന് നമുക്ക് കിട്ടി അല്ലേ? അപ്പോൾ സി 80 ആണെങ്കിൽ പി യു 80 ആണ് ഇല്ലേ?
ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കുക. അവർ പറഞ്ഞു ബി സിക്ക് ഈക്വലാണ് ആർ പി എന്ന് പറഞ്ഞ്. അതെ, ബി സിക്ക് ഈക്വലാണ് ആർ പി. ബി സി ആരാ നിങ്ങൾ ഇവിടുത്തെ? അതെ, ബി സി. ഈ ബി സിയുടെ ഓപ്പോസിറ്റ് ആരാ? ആംഗിൾ എ. ബി സിയുടെ ഓപ്പോസിറ്റ് ആരാ? ആംഗിൾ എ. അപ്പം ആംഗിൾ എക്ക് ഈക്വലാണ്, ബി സിക്ക് ഈക്വലാണ് ആർ പി ആണ്. ആർ പിയുടെ ഓപ്പോസിറ്റ് ആരാ? ക്യൂ. ആംഗിൾ ക്യൂ. അപ്പം ആംഗിൾ എ എത്ര ഇവിടെ? 40. അപ്പം ഇതും എത്ര ആയിരിക്കും? 40 ആയിരിക്കും. ഹലോ, മനസ്സിലാവുന്നുണ്ടോ? അതോ കാരണം ഇവിടെ നമുക്കൊരു ക്ലൂ തന്നിട്ടുള്ളത് വെച്ചാട്ടോ. ബി സി എല്ലാത്തിൻ്റെയും സൈഡിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതുക, അത്രയേ ഉള്ളൂ. സൈഡുകളുടെ ഓപ്പോസിറ്റ് ആംഗിൾ എഴുതുക. മുമ്പ് നമ്മൾ മേളിൽ എഴുതിയില്ലേ, അത് തന്നെ. അപ്പം സി എ അടുത്ത തന്നു. സി എക്ക് ഈക്വലാണ് പി ക്യൂ എന്ന് പറഞ്ഞു. സി എ എത്ര ആവും? നിങ്ങൾ ഇവിടെ നോക്കിയേ. സി എക്ക് ഓപ്പോസിറ്റ് ആരാ ഇവിടെ? ബി അല്ലേ? ആംഗിൾ ബി. അപ്പം ഇവിടെ എന്താ? സി എക്ക് ഈക്വൽ ആരാ? പി ക്യൂ ആണ് അല്ലേ? പി ക്യൂ എന്ത് ചെയ്യുന്നുണ്ട്? പി ക്യൂവിന് ഓപ്പോസിറ്റ് ആരാണ്? ആംഗിൾ 6 അല്ലേ? എത്ര? ബി എത്ര? 60. ഇത്രയേ ഉള്ളൂ. ആംഗിൾ എ നമുക്ക് തന്നിട്ടുണ്ട് 40. ആംഗിൾ ബി നമുക്ക് തന്നിട്ടുണ്ട് 60. ആംഗിൾ സി നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു 80. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഈക്വലായിട്ട് വന്ന ആംഗിൾ എക്ക് ഈക്വൽ ആംഗിൾ ക്യൂ ആണ് അല്ലേ? ക്യൂ എത്ര? 40. ഇതങ്ങ് പറക്കി എഴുതിയാൽ മതി കേട്ടോ. ഇവിടോ 80, 40, ആംഗിൾ 6, 60. ഇത്രയേ ഉള്ളൂ കുഞ്ഞുങ്ങൾ. എളുപ്പമല്ലേ കേട്ടോ? നല്ലപോലെ നോക്കുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും സംഭവം എന്താണെന്ന്. ഒരു വട്ടം നോക്കിയാലൊന്നും പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവത്തില്ല കുഞ്ഞുങ്ങളെ. 1-2 വട്ടം ട്രൈ ചെയ്യണം കേട്ടോ. ഓക്കെ, മനസ്സിലായി? ഇതൊരു ഇച്ചിരി വലിയ ചാപ്റ്ററാണ്. നമുക്ക് പാർട്ട് 1, 2, 3 എന്നും പറഞ്ഞിടാം. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ എന്തായാലും മനസ്സിലായാലും പറയണേ കുഞ്ഞുങ്ങളെ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്തേക്കണേ കേട്ടോ. പാർട്ട് 2 നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.